Welcome to Tasty Buds. ഹായ്, അപ്പോൾ നമുക്കിന്ന് റമദാൻ സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി മുട്ട ബജി ഉണ്ടാക്കിയാലോ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ അതിനെടുത്തിട്ടുള്ളത് ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുട്ട പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടി തൊണ്ട് കളയാൻ വേണ്ടി ഒരു സൂത്രമുണ്ട്. അത് നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം. തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് കണ്ടോ സ്കിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അതിൻ്റെ തൊണ്ട് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും വലിയ ഡാമേജ് ഇല്ലാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കഷ്ടിച്ചുണ്ടാവുള്ളൂ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് നോക്കാം. ഞാൻ അപ്പോഴേക്കും ഉള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി നന്നായി ബ്ലെൻഡറിൽ വെച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇത് മതിയാവും തോന്നുന്നു. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുക. ഞാനിത് നന്നായി മിക്സ് ചെയ്യട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ നേരത്തെ പറയാൻ മറന്നതാണ്. അതായത് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കാരണം ഒന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ച് മൈദ എടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. അല്ല ഇങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ മുട്ടയിൽ പൊതിയാതെ നിന്നെന്ന് വരും. അത് കാരണം കുറച്ച് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മുട്ട കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം മിക്സ് ആയി കഴിഞ്ഞു. മൈദയൊക്കെ നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്ക് മുട്ട എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്കിത് 4 പീസായി കട്ട് ചെയ്യണം. അപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് കീറി കൊടുത്തതിന് ശേഷം ആദ്യം ഫസ്റ്റ് ഒന്ന് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ എടുക്കുക. ഇത് കുറച്ച് വിട്ടു പോന്നാലും കുഴപ്പമില്ല. ഇതിങ്ങനെ എടുത്തു ഇവിടെ വെച്ചു. അതുപോലെ ഇനി ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനി ഇത് വീണ്ടും 2 പീസായി കട്ട് ചെയ്ത് അങ്ങനെ 4 പീസാക്കിയിട്ട് വേണം നിങ്ങൾ മുട്ട കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് വേണം നമ്മളതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മുട്ട 4 പീസാക്കി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതിൽ മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം. അതായത് നമ്മുടെ ഉള്ളിയൊക്കെ അരച്ചെടുത്തില്ലേ അതിൽ നമ്മൾ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ ഈ മിക്സിൽ ഇങ്ങനെ മുക്കുന്നത് ഇതാ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മളിതിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഈ സവാളയുടെ കൂട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ മുക്കി വെച്ച ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി മുട്ട ബജി ഞാൻ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി ഫ്രൈ ചെയ്ത് വരട്ടെ. ചിലതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്, ആദ്യമായിട്ട് ഇട്ടതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ആയത് ഞാൻ കോരി മാറ്റുകയാണ്. മറ്റേ ഞാൻ സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ കിടന്നിട്ട് അത് ഫ്രൈ ആവട്ടെ.
ഈ മുട്ട ബജി ഫ്രൈ ചെയ്യുമ്പോൾ, ഈ വെറൈറ്റി മുട്ട ബജി ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇത് വെള്ളം ഉണ്ണി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മൂടി വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്കിതിൽ പൊതിഞ്ഞ് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കാണിച്ചു തരാം. നന്നായി മുട്ടയുടെ വെള്ളയും ഒക്കെ പൊതിഞ്ഞ് വേണം നമ്മളിതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കൈ ശ്രദ്ധിക്കണം നന്നായിട്ട്. അത് ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ കൂടുതലുള്ള കാരണം മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ കിടന്ന് നന്നായി ഫ്രൈ ആയിക്കോളൂ കേട്ടോ. ഞാൻ ഫുള്ള് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഫ്രൈ ആയി വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റും മുട്ട ബജി കൂടി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി സ്ട്രെയിനറിലേക്ക് മാറ്റാം. അത് ഞാൻ സ്ട്രെയിനറിലേക്ക് മാറ്റിട്ട് ഓരോന്നും കോരിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വണ്ണും കോരി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിന് ശേഷം നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ട ബജി സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ വെറൈറ്റി ആയൊരു മുട്ട ബജിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സവാളയൊക്കെ അരച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ ഇതുണ്ടാക്കിയിട്ടുള്ളത്, മാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ റമദാന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ മുട്ട ബജിയാണ്, വെറൈറ്റി മുട്ട ബജിയാണ്. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ എന്നും പറയാനുള്ളൂ, നമ്മൾ കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.